റൂം ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തു. And we are leaving for our next destination, which is Palani. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിനോട് ബൈ പറയാണ്. Until next time for sure, because we really enjoyed this place. നമ്മൾ എന്തായാലും ഇനി ഡിസൈഡ് ചെയ്തിട്ടുണ്ട് once in a year നമുക്ക് കൊടൈക്കനാൽ വരണം എന്ന്. അപ്പം നമ്മൾ പളനിയിലേക്ക് റൂട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് 66 കിലോമീറ്റർ ആണ് പളനിയിലേക്ക്. We stopped by the side to buy some fruits. ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഓറഞ്ചും ലിച്ചിയൊക്കെ വിചാരിച്ച് പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വേറൊരു സാധനം കണ്ടത് കണ്ടോ, നമ്മളെ കിഴങ്ങ് പോലത്തെ സാധനം, പക്ഷേ ഇതിന് വേറെന്തോ പേരെ അവർ പറയുന്നത്. ഇതെന്താന്ന് അറിഞ്ഞൂടാ. കുറച്ച് വന്നപ്പം പളനി പിരിവ് എന്ന് പറഞ്ഞിട്ട് ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് എടുത്തു. അതാണ് 53. ഇനി 53 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇനിയിപ്പോ വന്ന വഴിയല്ല, വേറെ വഴിയാ. വരുന്ന വഴിക്ക് കുറെ കൊങ്ങന്മാരുണ്ടായിരുന്നു, കൊങ്ങന്മാര്. എന്നിട്ട് നമ്മള് കുറച്ച് ഓറഞ്ചൊക്കെ കൊടുത്തു. എന്താ വേണ്ടേ? ലിച്ചി ഓപ്പൺ ആക്കി തരണമോ? ഓക്കേ. നമ്മള് കുറച്ച് ലിച്ചി ഓറഞ്ച് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിയത് എത്ര, അര കിലോന് എത്ര വാങ്ങിയ? 150. അര കിലോന് 150 റുപ്പീസ്. അത് സീഡ്ലെസ്, മറ്റേ നമ്മളെ ഓറഞ്ച്, ഇപ്പത്തെ ഓറഞ്ച് ഇല്ലേ, കുട്ടി ഓറഞ്ച് സീഡ്ലെസ്, അത്. ഓരോ സ്ഥലത്തു നിന്ന് ഒരു അമ്മമ്മ 50 റുപ്പീസിന് ഒരു കെട്ട് ഓറഞ്ച് ആണ്. പക്ഷെ അത് കുറെ കട്ടതേന്. ടൊമാറ്റോ ഇങ്ങനെ തന്നെ സാപ്പിടും. ഇങ്ങോട്ടേക്ക് പളനി എത്താനായി. 4 കിലോമീറ്റേഴ്സ്. ജേർണി വാസ് ഗുഡ്. കുറേ ഹെയർ പിൻ പെൻസിൽ ഉണ്ടായിരുന്നു, പക്ഷേ വാസ് നൈസ് അല്ലേ? ഹൗ വാസ് ദി ജേർണി? അടിപൊളി, സൂപ്പർ, അടിപൊളി ഡ്രൈവ് ആയിരുന്നു. ടയർഡായ? കുറച്ച് സണ്ണി ആയിരുന്നു. സോ നോക്കട്ടെ. ആ കാണുന്നതാണോ അല്ലേ? അങ്ങനെ വി റീച്ച്ഡ് പളനി ടെമ്പിൾ. ഇതൊരു ഫേമസ് ചായപ്പൊടിയാണോ അല്ലേ ഇവിടുത്തെ. അവിടുന്ന് നമ്മൾ 2 ബദാം മിൽക്ക്, പിന്നെ എന്തോ ഒരു ബജ്ജി, എന്താ സാധനം ഇത്? ഇത് ബോണ്ടയാ? ഇത് വേറെ എന്തോ ഒരു ബജ്ജി, അത് വാങ്ങിച്ചു കഴിച്ചോണ്ടിരിക്കുക. ദാറ്റ്സ് ആർ ലഞ്ച് ഫോർ ടുഡേ. നമ്മൾ വേറൊന്നും കഴിച്ചിട്ടില്ല അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ കുറേ സമയം വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഗുഡ് ഈവനിങ് ആയില്ലേ? വാട്ട്സ് ദ ടൈം? 9 o'clock ആയി. ഓക്കെ, അപ്പം നമ്മൾ പളനി എത്തി. പളനി മുരുകനെ നന്നായിട്ട് ദർശിച്ചു. ബാക്ക് ടു കാർ. നല്ല ദർശനമായിരുന്നു. തിരക്ക് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ സ്പെഷ്യൽ ദർശനം എടുത്തിട്ട് അവിടെ കുറച്ച് സമയം നിൽക്കാൻ പറ്റി. അതുകൊണ്ട് നല്ലോണം കാണാൻ പറ്റി. നമ്മൾ കയറിയത് മറ്റേ സ്ലോപ്പ് സ്റ്റെപ്പ് വഴി കയറി, ഇറങ്ങുമ്പം സ്റ്റെപ്പ് വഴി ഇറങ്ങി. നമ്മൾ ട്രെയിനിലൊന്നും പോയിട്ടില്ല. നമ്മൾ എത്ര മണിക്കാണ് കയറിയ? 7 o'clock. 7 o'clockന് കയറി. ഇതാ ഇപ്പം 9 ആകുമ്പം വി ആർ ബാക്ക്. പിന്നെന്താ, ഇനി ഒന്നും കഴിക്കണം. ലൈറ്റ് ആയിട്ടല്ല, കുറച്ച് ഹെവി ആയിട്ട് കഴിക്കണം. ബിക്കോസ് ഇന്ന് ലഞ്ചൊന്നും ഉണ്ടായിട്ടില്ല. ലൈറ്റ് ആയിരുന്നു ലഞ്ചല്ല. നന്നായിട്ടൊന്നും കഴിക്കണം. അങ്ങനെ going to ഇങ്ങോട്ട് നോക്കൂ ഭക്ത. ഭക്തനെ വിളിച്ചത് കാണിച്ചത് കേട്ടോ. We are going to Madurai now.
ഇവിടുന്ന് 110 കിലോമീറ്റർ ആണ്, 110 കിലോമീറ്റർ. ഇപ്പൊ ടൈം ഇസ് 9:30. നമ്മളിപ്പോ മധുര മീനാക്ഷി ടെമ്പിൾ ഹൈവേയിലുള്ളത്, പളനി മധുര ഹൈവേയിൽ. ഞാൻ കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് എടുത്ത് കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ വണ്ടി ഓടിക്കുന്നത് കുറച്ച് നേരത്തേക്ക് കുറേ സമയം ചേട്ടൻ ഡ്രൈവ് ചെയ്യുന്നത്. ഐ എം എസ് ബിഗിനർ ആക്ച്വലി. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്, ഓർക്കും തലവേദനയായിരിക്കും. എന്നെ ഹി ഹാസ് ടു ടേക്ക് കെയർ ഓഫ് മീ. ജസ്റ്റ് എ ബിഗിനർ. 90 കിലോമീറ്റർ ഇവിടുന്ന് പോകാനുണ്ട്. സോ നമ്മൾ അവിടെ എത്തിയിട്ട് അവിടെ ഒരു ഹോട്ടൽ എടുത്തിട്ട് സ്റ്റേ ചെയ്യാനാണ് പ്ലാന്. ഇത് രാവിലെ ദർശനം അമ്പലത്തിൽ ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. ഗൈസ് time parata. Now the time is 10:30. Yeah, we have 3 kilometers more. 90. Yeah, നമ്മുടെ നാഷണൽ ഹൈവേ ആണ്. അപ്പം hope to reach there soon. അധികം ലേറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ വഴിയിൽ നിൽക്കും. നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്യൂല. Okay. See you guys. Morning. Good morning. മധുര എത്തി. We are going to മധുര മീനാക്ഷി ടെമ്പിൾ. ഓട്ടോ എടുക്കുന്നത് അവിടെ ഓട്ടോ കാറ് വെക്കാൻ സ്ഥലമുണ്ടാകാനുണ്ട്. We are going in auto. നമ്മൾ ഒരു 2 kilometers മാറിയിട്ടാണ് റൂം എടുത്തിട്ടുള്ളത്. ലൂക്ക് എന്ന് പറഞ്ഞിട്ടൊരു റൂം. അമ്പലത്തിൻ്റെ അടുത്തുള്ള റൂംസ് എല്ലാം ഭയങ്കര തീരെ ടൈഡി അല്ല, തീരെ സറൗണ്ടിങ്സ് ഓൾസോ അത്ര കേടാണ്. അവിടെ നമ്മൾ അവിടത്തേതായി കുറേ അവിടെ ചുറ്റി റൂം എടുത്ത് കുറേ സെർച്ച് ചെയ്ത് കുറേ അല്ലെന്നെ തിരിഞ്ഞ് വി റീച്ച് ഹിയർ അറ്റ് 11:45. എന്നിട്ട് റൂം കിട്ടാൻ വേണ്ടിയിട്ട് ഇറ്റ് വാസ് ലൈക്ക് 1. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രാവശ്യം പോയി. അങ്ങനെ ഈ റൂം കിട്ടിയത്. നല്ല റൂംസ് എല്ലാം ബുക്ക് ആയിരുന്നു. നമ്മളതുകൊണ്ട് അമ്പലത്തിൻ്റെ ഒരു 1.5 കിലോമീറ്റർ ബാക്കിലോട്ടാണ് നിൽക്കുന്നത്. കമ്മിങ് നല്ല റൂംസ്, റേറ്റിംഗ് ഉള്ള റൂംസ് നോക്കിയിട്ട് എടുക്കാം. ബിക്കോസ് ഈ അമ്പലത്തിൻ്റെ അടുത്ത് 1500, 1200 എന്നുള്ള മറ്റ് റൂമുണ്ട്. ദേ ആർ നോട്ട് ക്ലീൻ, ദേ ആർ നോട്ട് ടൈഡി ഓൾസോ. അപ്പോൾ എടുക്കുമ്പോൾ ഒരു നോക്കിയിട്ട് വൃത്തിയുള്ള റൂം ഓൺലൈൻ ബുക്ക് ചെയ്താൽ മതി. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടില്ല. Now we are going to the temple in auto. ഇതാണ് മധുരൈ ബസ് സ്റ്റാൻഡ്. ഈ വഴിയാണ് പോകുന്നത് ബസ്സിലേക്ക്. ക്രൗഡാണ്. കുറേ നോർത്തിലുള്ള വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. മധ്യപ്രദേശ് കുറേ ഇന്ത്യക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അധികം അമ്പലത്തിൽ ക്രൗഡായിരിക്കും. നോക്കാം. മെയിൻ്റനൻസ് നടക്കുകയാണ്. സോ ദിസ് ഈസ് ഹൗ മധുര മീനാക്ഷി ടെമ്പിൾ ഇസ് റൈറ്റ് നൗ. നമ്മൾ സൗത്ത് ടവറിലൂടെ കയറി സ്പെഷ്യൽ ദർശനം എടുത്തു. എന്നിട്ട് പാർവതീൻ്റെ ഒരു അമ്പലം, അതെൻ്റെ ശിവൻ്റെ ഒരു അമ്പലം. ഇന്നെന്തോ ഓസ്പീഷ്യസ് ഡേ ആയിരുന്നു, അതുകൊണ്ട് ഇതൊക്കെ പൂജയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. ആൻഡ് വിവ് കം ഡൗൺ. അമ്പലത്തിൻ്റെ കുറച്ച് അങ്ങോട്ട് വരെ വണ്ടി പോവില്ല. അപ്പോൾ വി ഹാവ് ടു വാക്ക്. ഇവിടെ കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട്. നല്ല ക്രൗഡ് ഉണ്ട്. പീപ്പിൾ ആർ വാക്കിംഗ്. കുറേ ഷോപ്സ് ഉണ്ട്. നല്ല ദാഹിച്ചിട്ട് വി ഹാഡ് ഒരു ലൈം സോഡ, ഒരു കപ്പി വെള്ളം വാങ്ങിച്ചു. ഡീഹൈഡ്രേറ്റഡ് ആയിപ്പോയി. ജിഗർദണ്ട കുടിച്ചു. അത് കാണിച്ചിട്ടില്ലല്ലോ. ഒന്നും കൂടെ കുടിക്കുമ്പോൾ കാണിക്കാല്ലേ. അതന്നെയാണ് ഒറിജിനൽ ജിഗർദണ്ടെന്ന് അറിഞ്ഞൂടാ അല്ലേ. പാൽപ്പായസം, അടപ്പായസം പോലെ ഉണ്ടായിരുന്നു. നിക്ക് കേട്ടാ, അത് തന്നെയാണോ ജിഗർദണ്ടെന്ന് അറിഞ്ഞൂടാ. വി ആർ വാക്കിംഗ്. നല്ല ദർശനമൊക്കെ കിട്ടി. അവിടുന്ന് ഉള്ളിൽ നിന്ന് നമ്മളൊരു വടയും ഒരപ്പം, ലഡു. ലഡു പ്രസാദം അയച്ചിട്ടില്ല. പുറത്തുനിന്ന് അവിടെ ഒരു കൗണ്ടറിൽ ഇങ്ങനെ അപ്പം
അപ്പം വട എന്തൊക്കെ സാധനം കേസരി അങ്ങനെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വടയും വാങ്ങിച്ച് കഴിച്ചു. നല്ല പൊള്ളുന്ന ചൂടൻ മധുരൈ 2 o'clock. നമ്മൾ റൂം പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് കുറച്ച് സമയം എന്നോട് നല്ല വെജ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വി ആർ ഗോയിങ് ലഞ്ച്. നല്ല വെജ് മീൽസ് ഫ്രം ശ്രീ ശബരീഷ് കെഫെ. എങ്ങനെയുണ്ട്? അപ്പം നമ്മൾ എൻജോയ് ചെയ്യട്ടെ. ഹായ്, ഗുഡ് ഈവനിങ് ആയി. നമ്മൾ ലഞ്ചെല്ലാം കഴിച്ച് എന്നിട്ട് പോയി കിടന്നൊന്ന് ഉറങ്ങി. വി വോക്കപ്പ്, റൂം ചെക്കൗട്ട് ചെയ്തു. നമ്മൾ അവിടെ എടുത്ത റൂം എന്ന് പറഞ്ഞാൽ ദണ്ണൂക്ക് എന്ന് പറഞ്ഞൊരു റൂമാണ് കേട്ടോ, ടൗണിൽ തന്നെ ഉള്ളത്. അത് എടുക്കാൻ മറന്നുപോയി. ഇനി വി ആർ ചെക്കൗട്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ബാംഗ്ലൂരേക്ക് തിരിച്ച് ഹോം പോവുകയാണ്. ആഫ്റ്റർ എ ലോങ് ജേർണി അല്ലേ. ഒന്നേക്കാൾ ഇന്ന് ഡയറക്റ്റ് ബാംഗ്ലൂർ പോകും, ഇല്ലെങ്കിൽ നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് നാളെ പോകുള്ളൂ. അത് യെറ്റ് ടു പ്ലാൻ. ഓക്കെ, നമ്മളിങ്ങനെ ദിണ്ടിഗൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടൊക്കെ കേട്ട് ചില്ല് നല്ല. ഇനി 28 kilometers ഉണ്ട് ദിണ്ടിഗൽ എത്താൻ വേണ്ടിയിട്ട്. How was your day? It was good. We had a nice sleep in the afternoon. Nice. ഉച്ചക്ക് നല്ല ഫുഡ് കഴിച്ചു. നല്ല വെജ് മീൽസ് കേട്ടാ. ശ്രീ ശബരീഷ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഹോട്ടലിന്റെ പേര്, സോറി. അത് എന്താ പറയാ, അമ്പലത്തിന്റെ അടുത്ത് അമ്പലത്തിന്റെ അടുത്തൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ കുറച്ച് ഇങ്ങോട്ടും ഔട്ട്ലെറ്റ് ഉണ്ട്. അമ്പലത്തിന്റെ അടുത്തുള്ള ഔട്ട്ലെറ്റിലാണ് നമ്മൾ പോയത്. അതിന്റെ ചോറും അതിന്റെ കൂടെയുള്ള കറികളും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളൊരു ഗോബി ചില്ലി വാങ്ങിയതിന് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ ചോറുണ്ട്. എന്നിട്ട് വന്നിട്ട് കുറച്ച് സമയം ഉറങ്ങി. പിന്നെ ധനേഷ് ചേട്ടൻ ഹാഡ് വർക്ക് ഓൾസോ. അപ്പം അതും അതിന്റെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ സമയം is around 11. നമ്മള് ഓൺ ദ വേ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു റൂം എടുത്ത് ഡിണ്ടിഗൽ കഴിഞ്ഞിട്ട്. സോ നമ്മളെ റിട്ടേൺ ജേർണി രാവിലെ ഒരു 11 o'clock അല്ലേ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന ഹോട്ടലിൽ നിന്ന് കഴിച്ചു. ഇന്നലെ രാത്രി പിന്നെ ഫുൾ ടയേർഡായി പോയി, ഉറങ്ങിപ്പോയി. എന്നിട്ട് ഓൺ ആ വേ ബാക്ക് നമ്മൾ സേലം എത്തി. സേലത്തെത്തിയിട്ട് വി ആർ ഗോയിങ് ടു ഹാവ് ലഞ്ച് ഫ്രം സെൽവി മെസ്. സെൽവി മെസ് ക്വൈറ്റ് ഫേമസ് അല്ലേ, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. സോ നമ്മൾ ഈ ഹൈവേ തന്നെ ഒരു സെൽവി മെസ് ഉണ്ട് സേലത്ത്, അവിടത്തേക്ക് പോവുകയാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. സെൽവി മെസ് റാഡിസൺ ബ്ലൂ ഹോട്ടലിൻ്റെ അടുത്താണ് ഇത് വരുക, ഹൈവേ തന്നെ. ഒരു ചിക്കൻ ബിരിയാണി, മട്ടൺ ഫ്രൈ, മീൽസ്, തിന്നല്ലേ. ഓയ് ഊറ് ബിരിയാണി മുന്നേ കഴിച്ചിട്ടുണ്ട്. ഐ ആം ഹാവിങ് ചിക്കൻ ബിരിയാണി. ലെറ്റ് മീ ട്രൈ. വലിയ കാലും നോക്ക്, ഇതെന്ത് വലിയ കോഴിയാ. അമ്പോ, എന്റെ മുഖത്തിന് എത്രയുള്ള കാല്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുഴപ്പമില്ല, ഒരു ആമ്പൂർ സ്റ്റൈൽ പോലത്തെ എന്തോ ഒരു സ്റ്റൈൽ ബിരിയാണി. ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഗുഡ്. മട്ടൺ
എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടി. അപ്പം വി ഹാഡ് ആർ ലഞ്ച്. ഇതാണ് നമുക്കായ ബില്ല്. സത്യം പറയാന്ന് വെച്ചാൽ ഇത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. ബിക്കോസ് മീൽസ് വാങ്ങിയിട്ട് നമുക്ക് കറിയൊന്നും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു പരിപ്പ് കറി ഉണ്ടായിരുന്നു, ഒരു പൊരിയൽ, പിന്നെ ചിക്കൻ ഗ്രേവി, മട്ടൺ ഗ്രേവി, ഫിഷ് ഗ്രേവി. ഇതാണ് മീൽസിൻ്റെ കൂടെ ഉള്ള ആകെ സാധനം. അതിനാണ് 138 റുപ്പീസ്. ബിരിയാണി ഓക്കേനും, പക്ഷേങ്കിൽ ബിരിയാണിക്ക് എന്താ 223 റുപ്പീസ്. അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളൊരു ബോൺലെസ് ചിക്കൻ കബാബ് വാങ്ങിയതിന് അതിന് 228. അതൊന്നും 228 ഇല്ല. സോ ഐ തിങ്ക് ഇറ്റ്സ് കുറച്ച് ഹൈപ്ഡ് ആൻഡ് ഓവർ പ്രൈസ്ഡ് ആണ്. നിങ്ങൾക്ക് ഒരിക്കൽ വന്നിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ യു കൻ ഡെഫിനറ്റ്ലി ട്രൈ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്വീറ്റ് ഷോപ്പ് ഉണ്ടായിട്ട്, തന്നെ ഒരു സ്വീറ്റ് ഷോപ്പ്, മിഠായി ഷോപ്പ് ഉണ്ടായിട്ടാണ് നമ്മളൊരു കുറച്ച് സോൻ പാപ്പടിയും ഒരു ബദാം ഹൽവയും വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല. സോ യാ, അങ്ങനെയാണ് കാര്യങ്ങൾ. വി ആർ എന്താ പറയുക, നമ്മളെ ജേർണി പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് എത്രയോ അറൗണ്ട് 170 കിലോമീറ്റേഴ്സ് ഉണ്ടാവും. ഓക്കേ. അപ്പം we are back home after 3 days. 6 days. Yeah, after 6 long days we are back home. നമ്മള് അറൗണ്ട് എത്ര മണിക്ക് എത്തിയേ? നമ്മുടെ 6:30. Yeah, around 6:30 ആകുമ്പം we reached back home. അപ്പം this was our first try of taking a vlog. I hope you guys really like it. എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും, ബിക്കോസ് വി ആർ ജസ്റ്റ് ലേണിംഗ്. ഇനിയും നല്ല നല്ല വീഡിയോസ് എടുക്കാൻ, ഇൻസ്പിറേഷൻ ആക്കാൻ വേണ്ടിയിട്ട് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെന്താ, ഇനി നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിട്ട് വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും, ഹോപ്പ്ഫുള്ളി. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.